പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ക്രൈസ്തവ ജീവിതയാത്രയിലെ സുപ്രധാനമായ ദിവസങ്ങളിലൂടെ നാം പാട്ടിലൊക്കെ കേട്ടതുപോലെ മഹത്വപ്രകാശന നാളിൻ്റെ ദിവസത്തെ പിന്നിട്ട് നാം സഭയുടെ വിശ്വാസയാത്രയിൽ മറ്റൊരു ഓർമ്മപ്പെടുത്തലിലേക്ക് നാം നടന്നെടുക്കുകയാണ്, അതിലൂടെ യാത്ര ചെയ്യുകയാണ്. നമ്മുടെ ലിറ്റോജിക്കൽ കളേഴ്സ് വീണ്ടും പച്ചയിലേക്ക് വന്നു. ഗ്രീൻ എന്ന നിറം സിംബലൈസ് ചെയ്യുന്നത്, പ്രതീകപ്പെടുത്തുന്നത് വളർച്ചയാണ്. ഈ നാളുകളിൽ വിശ്വാസപരമായൊരു വളർച്ചയിലേക്ക് നയിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കട്ടെ നമ്മെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വായിച്ചു കേട്ട വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ നിൽക്കുന്ന ശീർഷകം, ടൈറ്റിൽ, ലിവ് വേർത്തി ഓഫ് യുവർ കോളിംഗ്. വിളിച്ച വിളിക്ക് യോഗ്യമായി ജീവിക്കുക. ഒരുപക്ഷെ ആ ഒരു ശീർഷകം വായിക്കുമ്പോൾ അതിൻ്റെ ആഴമേറിയ ബോധ്യം നമുക്ക് ഉണ്ടാകുമോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ തലക്കെട്ടിൽ ഇച്ചിരി മാറ്റം വരുത്തി നിങ്ങളെ അറിയിക്കട്ടെ. വിളിച്ചവൻ്റെ വിളിക്ക് യോഗ്യമായി ജീവിക്കുക എന്നത് അല്പം കൂടി നന്നായി നമ്മോട് സംവേദിക്കും എന്നാണ് എൻ്റെ വിചാരം. വിളിച്ചവൻ്റെ വിളിക്ക് യോഗ്യമായി ജീവിക്കുക. ആരാണ് നമ്മെ വിളിച്ചത്? വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കിയാണ് നമ്മുടെ യാത്ര. ആ യാത്രയിൽ എന്താണ് യേശു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്? ആ പഠിപ്പിക്കലും എന്താണ് യേശുവിൽ നാം നോക്കിക്കണ്ടതും? ഇതാണ് നമ്മുടെ വിളിയുടെ വഴി തിരഞ്ഞെടുക്കൽ, അല്ലെങ്കിൽ ആ യാത്രയിൽ നാം കൂടെ കൂട്ടേണ്ടത്. പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് യേശുവിൽ നാം കാണുന്നത്. എല്ലാം നന്മയുള്ളതാണ് എങ്കിലും നാം പ്രധാനമായും കാണുന്ന ആദ്യത്തെ ഒരു യോഗ്യത എന്ന് പറയപ്പെടുന്നത്, അതെല്ലാ വിശ്വാസികൾക്കും അടിസ്ഥാനപരമായി ആവശ്യമുള്ളതാണ്. അത് വിനയം എന്ന ഗുണമാണ്. ഹ്യൂമിലിറ്റി എന്ന വാക്കാണ്. മനുഷ്യജീവിതത്തിലെ വിനയം എന്ന വാക്ക് നമുക്ക് ഏറെ ആവശ്യമായിരിക്കുമ്പോൾ വിനയത്തിന് എത്രത്തോളം അർത്ഥം കൊടുക്കുമോ അത്രത്തോളം അർത്ഥം കൊടുത്ത ഒരു ജീവിതമാണ് യേശുവിൽ നാം കാണുന്നത്. ഞാനിങ്ങനെ വായിച്ചു, വിനയം നമ്മെക്കുറിച്ച് കുറവായി ചിന്തിക്കുന്നതല്ല, മറിച്ച് നമ്മെക്കുറിച്ച് കുറച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. വിനയം നമ്മെക്കുറിച്ച് കുറവായി ചിന്തിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായില്ല എന്നെനിക്കറിയാം. എനിക്കും ഇപ്പോഴും അത്ര നന്നായിട്ട് മനസ്സിലായിട്ടില്ല. എങ്കിലും എന്തൊക്കെയോ മനസ്സിലാക്കി തരുന്നത് സെൽഫ്, അല്ലെങ്കിൽ നമ്മളുടേതെന്ന ഞാനെന്ന ഭാവത്തിൻ്റെ ഒരു കുറവ് ഉണ്ടാകണം ക്രൈസ്തവ ജീവിതത്തിൽ അടിസ്ഥാനപരമായി എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഇവിടെ 4-5 അച്ഛന്മാരൊക്കെ ഇരിക്കുന്ന സമയത്ത്, ഫസ്റ്റ് പാർട്ടൊക്കെ മുതിർന്ന വൈദികരൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ തോമസ് സാമുവൽ തിരുമേനിയെ നോക്കാറുണ്ട്. അപ്പോൾ തിരുമേനി ഇരുന്ന് ചിലപ്പോൾ ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഞാൻ ആലോചിക്കും, തിരുമേനി എന്താണ് ഈ അൾത്താര ഇരുന്ന് ചിരിക്കുന്നത്? അപ്പോൾ ഞാനൊന്ന് മനസ്സിലാക്കി, അൾത്താര ഇരുന്നിട്ട് ദുഷ്ടത ചിന്തിക്കാത്തത് കൊണ്ടാണ് ചിരി വരുന്നത്. മുമ്പ് കണ്ട എന്തെങ്കിലും ഒരു നല്ല സന്തോഷമോ, അല്ലെങ്കിൽ വേദഭാഗത്ത് വായിച്ച് ഏതെങ്കിലും വാക്കുകളുടെ ഒരു രസകരമായ പ്രയോഗമോ, അല്ലെങ്കിൽ പാടിയ പാട്ടിൽ എന്തെങ്കിലും രസകരമായത് തൻ്റെ പഴയകാലത്തെ ഓർമ്മകളോ ഒക്കെ ഓർത്തെടുത്താണ് ഈ ചിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്നെ നോക്കി ഞാനും അത് കണ്ട് ചിരിക്കും. അപ്പോൾ എനിക്കറിയാം തിരുമേനി ചിരിക്കുന്നെങ്കിൽ എന്തെങ്കിലും ചിരിക്കാൻ അതിനകത്ത് വകയുണ്ടാകും എന്ന് നന്നായിട്ടറിയാം. അതുണ്ടാകും നമ്മുടെ ജീവിതത്തിലെ നമ്മെക്കുറിച്ചുള്ള ചിന്തകൾക്കപ്പുറമായി, അല്ലെങ്കിൽ നമ്മെക്കുറിച്ച് കുറവായി ചിന്തിക്കുന്നത് കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ ക്രൈസ്തവ ജീവിതത്തിലെ അടിസ്ഥാനപരമായ ഈ ഒരു സ്വഭാവവിശേഷം
നമുക്കുണ്ടാകണമെന്നാണ്, അത് യേശുവിൽ നിന്നും സ്വീകരിക്കണമെന്നാണ് എൻ്റെ ചിന്ത. അതുകൊണ്ടുണ്ടാകുന്നത് നമ്മുടെ ഇടപാടുകളിൽ നമുക്കൊരു താഴ്മയുണ്ടാകാം. വിൽ ബി ഹംബിൾ ഇൻ അവർ ഇൻ്ററാക്ഷൻസ്. അല്ലെങ്കിൽ അല്പം കൂടി പറഞ്ഞാൽ ജീവിതത്തിലെ എല്ലാം ദൈവമാണെന്ന ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴേ ആ ഇടപാടുകളിൽ ഒരു താഴ്മ നമുക്ക് എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ വിളിച്ച വിളിക്ക് യോഗ്യമായി ജീവിക്കുക, അല്ലെങ്കിൽ വിളിച്ചവൻ്റെ വിളിക്ക് യോഗ്യമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഹ്യൂമിലിറ്റി, വിനയമെന്ന യോഗ്യതയെ ഹൃദയത്തിലേക്ക് സ്വാംശീകരിക്കുക എന്ന പ്രാഥമികമായ ഒരു ചിന്ത ഉണ്ടാകണം. രണ്ടാമത് യേശുവിൽ കണ്ട ഒരു പ്രത്യേകതയെ നമ്മൾ കാണുന്നത് സൗമ്യതയുടെ ഒരു ഭാവമാണ്. എന്താണ് സൗമ്യതയുടെ ഭാവം എന്ന് പറഞ്ഞാൽ? ദയയോടും ആർദ്രതയോടും ആർദ്രമായ ആത്മാവോടുമുള്ള ജീവിത ഇടപാടുകൾ. ദയയോടും ആർദ്രതയോടും ആർദ്രമായ ആത്മാവോടുമുള്ള ജീവിത ഇടപാടുകൾ, അത് യേശുവിൽ നമ്മൾ കാണുക. പ്രത്യേകിച്ച് പാപികളോടുള്ള തൻ്റെ ഇടപാടുകളിൽ അത് വളരെ കൃത്യമായി നമ്മൾ കാണുകയാണ്. മൂന്നാമത്തെ യോഗ്യത കാണുന്നത് യേശുവിൽ കാണുന്ന ക്ഷമയാണ്. പരീക്ഷണങ്ങളെ സഹിക്കുവാനും വെല്ലുവിളികൾ നേരിടുവാനും വിശ്വാസയാത്രയിൽ സ്ഥിരോത്സാഹത്തിന് നമ്മെ അനുവദിക്കുന്ന ആത്മാവിൻ്റെ ഫലമായ ക്ഷമയെന്ന യോഗ്യതയും യേശുവിൽ നമ്മൾ കാണുകയാണ്. ഈ 3 യോഗ്യതകൾ അടിസ്ഥാനപരമായി യേശുവിൽ നമ്മൾ കാണുമ്പോൾ, ഇഫ് യു ആർ ഏബിൾ ടു ഇംബൈബ് ദ സ്പിരിറ്റ് ഓഫ് ഓൾ ദീസ് തിങ്സ്, ഇതിൻ്റെ സത്തയെ പൂർണ്ണമായും ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കുമെങ്കിൽ അവൻ്റെ വിളിച്ച വിളിക്ക് നമ്മൾ യോഗ്യതയുള്ളവരായി ജീവിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ നാലാമത്തെ യോഗ്യതയാണ് ഈ 3 ഭാവങ്ങളെയും അല്പം കൂടി ശക്തീകരിക്കുന്നത്. അതെന്താണ്? ഞാനിങ്ങനെ പറയും, ലവ് ഈസ് ദ പിനക്കിൾ ഓഫ് ക്രിസ്ത്യൻ ലിവിങ്. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പരമകോടിയാണ് സ്നേഹം. വേദപുസ്തകത്തിൽ എവിടെയെടുത്താലും ദൈവസ്നേഹത്തിൻ്റെ ആഴമേറിയ ബോധ്യത്തെക്കുറിച്ചുള്ള ജീവിത ഇടപാടുകളാണ് യേശു നമുക്ക് കാട്ടിത്തരുന്നത്. അതുകൊണ്ട് നമ്മൾ വേദപുസ്തകത്തിലും യേശുവിലൂടെ മനസ്സിലാക്കുന്നു, എ കോളിംഗ് ഈസ് നോട്ട് ആൻ ഇൻഡിവിജ്വൽ ജേണി, ഇറ്റ്സ് എ കമ്മ്യൂണിയൽ ജേണി. നമ്മുടെ സ്നേഹത്തിൻ്റെ യാത്ര, അല്ലെങ്കിൽ ക്രൈസ്തവ യാത്ര എന്ന് പറയപ്പെടുന്നത് വ്യക്തിപരമായ ഒരു ഏകയാത്രയല്ല, മറിച്ച് കമ്മ്യൂണൽ എന്ന വാക്കിന് വർഗീയത എന്നൊരു അർത്ഥം പറയാമെങ്കിലും കൂട്ടായ്മയുടെ ഒരു യാത്രയാണ് അത് എന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് വിനയത്തിലൂടെ, സൗമ്യതയിലൂടെ, ക്ഷമയിലൂടെ, സ്നേഹത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരു യാത്ര തുടരണം. അതാണ് വിളിച്ചവൻ്റെ വിളിക്കും യോഗ്യമായ യാത്ര എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഞാനൊരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ലിവിങ് worthy of your calling is a daily commitment. വിളിക്കുള്ള യോഗ്യത എന്ന് പറയപ്പെടുന്നത് ഒരു ദിവസത്തേക്കുള്ളതല്ല, നിരന്തരമായുള്ളതാണ്. അല്പം കൂടി പറഞ്ഞാൽ, നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ഒരു അപകടം ഞാൻ സൂചിപ്പിക്കട്ടെ. നമ്മൾ ചിലപ്പോൾ ഞായറാഴ്ച പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രതിയോഗി നമ്മുടെ മുൻപിൽ വരുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പറയും, ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ നിന്നോടൊന്നും പറയുന്നില്ല. ഞാനിങ്ങനെ പറയും, ഞായറാഴ്ച പറയാവുന്നത് തിങ്കളാഴ്ചയും പറയാവും, തിങ്കളാഴ്ച പറയാവുന്നത് ചൊവ്വാഴ്ചയും പറയാവും. ചിലപ്പോൾ പറയും, അച്ഛനായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അച്ഛനോട് പറയാവുന്നത് അച്ചായനോടും പറയാവും, അച്ചായനോട് പറയാവുന്നത് അച്ഛനോടും പറയാവും. അല്ല, ദൈവത്തെ സംബന്ധിച്ച് ഞായറാഴ്ചയെന്നോ തിങ്കളാഴ്ചയെന്നോ കുപ്പായക്കാരനെന്നോ വെള്ളക്കുപ്പായക്കാരനെന്നോ ചുവന്ന കുപ്പായക്കാരനോ വ്യത്യാസമൊന്നുമില്ല. ദൈവത്തിൻ്റെ യോഗ്യതകൾ, അതായത് വിനയം, സൗമ്യത, ക്ഷമ, ഇല്ലേ? അല്പം കൂടി പറഞ്ഞാൽ നമ്മുടെ എല്ലാം അതിൽ ഭാഗമായി വരണം, ഇല്ലേ? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ അൾത്താരയിലേക്ക് പണ്ട് തോമസ് പായിക്കാടച്ചൻ ഈ പുൽപ്പിറ്റിലോട്ട് തോമസ് പായിക്കാടച്ചൻ എങ്ങനെയാണ് കയറിക്കൊണ്ടിരുന്നതെന്ന്. ഭയങ്കര ഇടുക്കമാണ്, കാരണം എനിക്ക് തന്നെ പ്രയാസമാണ്. പക്ഷെ അച്ഛൻ ഒതുങ്ങി ഇതിലേക്ക് കയറുക എന്ന് പറയപ്പെടുന്നത് ഇത് ഒരു പെർമനൻ്റ് സംവിധാനമാകുന്നത് കൊണ്ടല്ലേ. അല്ലെങ്കിൽ ഞാനിത് മൊത്തം പൊളിച്ചു മാറ്റിയിട്ട് കയറി പ്രസംഗിക്കുമെന്ന് വാശി പിടിച്ചാൽ ക്രൈസ്തവ ജീവിതത്തിലെ ഒരു 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 ദുർഗതിയിലേക്കാണ് നമ്മൾ നയിക്കപ്പെടുന്നത് എന്ന്, വിളിക്ക് യോഗ്യമല്ലാത്ത ഒരു ജീവിത യാത്രയിലാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും എന്നാണ് എൻ്റെ വിചാരം. എന്നാൽ ആത്യന്തികമായി ഈ പറയപ്പെട്ട വിനയവും ഈ സൗമ്യതയും ഈ ക്ഷമയും
ഈ സ്നേഹമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവുകൾ കൃത്യമായി ഇടപെടേണ്ടതായിട്ടുണ്ട്. എന്താ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ? സുബോധത്തിൻ്റെ ആത്മാവാണ്. ഒരു മനുഷ്യനിൽ പരിശുദ്ധാത്മാവുണ്ടോ എന്ന് അറിയുന്നത് അവൻ്റെ ഇടപാടുകളിലാണ്. അതിൻ്റെ അർത്ഥം അവന് ലോകത്തിൽ പല കാര്യവും അജ്ഞതയുണ്ടെന്നല്ല. ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ അവനൊരുപക്ഷെ സൗമ്യഭാവമോ ക്ഷമാഭാവമോ സ്നേഹഭാവമോ വിനയഭാവമോ കാട്ടുമ്പോൾ അവനതൊന്നും അറിയാത്തവനാണെന്നുള്ളതല്ല, അല്ലെങ്കിൽ അവൻ ഇടപെടുന്ന വിഷയത്തിൻ്റെ പ്രശ്നത്തെപ്പറ്റി ബോധവാനല്ലെന്നുള്ളതല്ല. ഈ ഗുണങ്ങളൊക്കെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അതിനെയൊക്കെ സമന്വയിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവനിൽ കൃത്യമായി ഗൗരവമായി ഇടപെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് വിളിച്ച വിളിക്ക് യോഗ്യമായി ജീവിക്കുക എന്ന് പറയപ്പെടുന്നത്, വിളിച്ചവൻ്റെ വിളിക്ക് യോഗ്യമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഗുണങ്ങളെയൊക്കെ സമന്വയിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി നമ്മളുണ്ടാകണം. ക്ഷമയും സൗമ്യതയും വിനയത്തെയും സ്നേഹത്തെയും ഒക്കെ നമ്മുടെ കൈവശമിരിക്കുമ്പോൾ അതിനെ സമന്വയിപ്പിക്കുന്ന ഒരു പരിശുദ്ധാത്മശക്തി നമുക്ക് അനിവാര്യതയാണ് എന്നോർപ്പിക്കട്ടെ. എൻ്റെ ചിന്തകളെ പെട്ടെന്ന് വായിച്ചു കേട്ട പഴയ ഭാഗത്തേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് അവിടെ പറയുന്നത്? വിളിച്ച വിളിക്ക് യോഗ്യമായി ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നും എന്താണ് ആവശ്യമെന്നും കൃത്യമായി അവിടെ ഒരു സൂചന പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അതിൻ്റെ ഒരു തലക്കെട്ട് ഞാൻ അതിങ്ങനെ വായിച്ചു. സദൃശവാക്യങ്ങളുടെ ആ അധ്യായത്തിൻ്റെ ഒരു തലക്കെട്ട് വായിച്ചു. നീതിപൂർവകമായ ജീവിതത്തിന് മാർഗനിർദ്ദേശം നൽകുന്ന അഗാധമായ സത്യങ്ങളുടെ ഒരു ശേഖരമാണ് ഈ 20-ാമത്തെ അധ്യായം. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. എ കളക്ഷൻ ഓഫ് പ്രൊഫൗണ്ട് ട്രൂത്ത്സ് ദാറ്റ് പ്രൊവൈഡ് ഗൈഡൻസ് ഫോർ റൈച്ചസ് ലിവിങ്. നീതിപൂർവകമായ ജീവിതത്തിന് മാർഗനിർദ്ദേശം നൽകുന്ന അഗാധമായ സത്യങ്ങളുടെ ഒരു ശേഖരണമാണ്. അത് 7-8 കാര്യങ്ങൾ പറയുന്നുവെങ്കിലും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് 3 കാര്യങ്ങളിലേക്ക് അത് ഒതുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതൊന്ന് 20-ാമത്തെ വാക്യത്തിലാണ്. വിളിച്ച വിളിക്ക് യോഗ്യമായി ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവനോ അവളോ എപ്പോഴും they will try to avoid strife. കലഹത്തെ ഒഴിവാക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ചിന്തയുണ്ടാകും, സ്ട്രൈഫ് ഈസ് ടു ബി അവോയ്ഡഡ്. കലഹം ഒഴിവാക്കണം. നമ്മുടെ വാക്കുകൊണ്ടോ നമ്മളുടെ ചിന്ത കൊണ്ടോ നമ്മളുടെ ഇടപാട് കൊണ്ടോ ഒരു കലഹത്തിന് തിരികൊളുത്താൻ ഒരിക്കലും ഇടവരുത് എന്ന ഒരു ചിന്ത. അനാവശ്യമായ കലഹങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുമ്പോൾ നമ്മുടെ ജ്ഞാനം പ്രകടമാകുമെന്ന ബോധമാണ് ഈ ഭാഗം നമുക്ക് നൽകുന്നത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഒരു കലഹത്തിൻ്റെ മേഖലയിൽ എത്തുമ്പോൾ കലഹത്തിൻ്റെ തിരികൊളുത്താനുള്ള സാധനമൊക്കെ നമ്മുടെ കൈവശം കാണും. പക്ഷെ ജ്ഞാനിയായി പരിശുദ്ധാത്മകൃപയിൽ നിറയുന്ന ഒരാളെ സംബന്ധിച്ച് ആ കലഹത്തിൻ്റെ വാക്കുകൾ സന്ദർഭങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു ശ്രമം നടത്തുമെന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, കൗൺസിലിങ്ങിന് പോകുന്ന ആൾക്കാർ പറയാറുണ്ട്, ഭവനത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹമോ പ്രയാസമുണ്ടായാൽ 1 മുതൽ 10 വരെ എണ്ണുക. 10 എണ്ണി കഴിയുമ്പോഴേക്ക് നമ്മുടെ ആ കലഹത്തിൻ്റെ ആത്മാവ് നമ്മിൽ നിന്ന് പോകുമെന്നാണ്. മലയാളി ഭർത്താക്കന്മാർ 10 എണ്ണുന്നതിന് മുമ്പേ കലഹത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിച്ചിരിക്കും. അത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ സദൃശവാക്യരും പറയുന്നു, നിൻ്റെ വിളിച്ച വിളിക്ക് യോഗ്യമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ സ്ട്രൈഫ് ഈസ് ടു ബി അവോയ്ഡഡ്. കലഹം ഒഴിവാക്കണമെന്നാണ് പറയുക. എന്താണ് കലഹം എന്ന് പറയപ്പെടുന്നത്? അത് പറയുന്നു, സമാധാനം തേടുന്നത് നമ്മുടെ ഇടപെടലിൻ്റെ ഒരു മുഖമുദ്രയായിരിക്കണം. അല്ലെങ്കിൽ കലഹത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് ഒരു ബഹുമതിയാണെന്നും ഭോഷന്മാർ ശണ്ട കൂടിക്കൊണ്ടിരിക്കുമെന്നുള്ള ബോധ്യം ഉണ്ടാകണം. ഇറ്റ് ഈസ് ഓണറബിൾ ഫോർ എ മാൻ ടു സ്റ്റോപ്പ് സ്ട്രൈവിങ് സിൻസ് എനി ഫൂൾ ക്യാൻ സ്റ്റാർട്ട് എ ക്വാറൽ. ഏത് വിഡ്ഢിക്കും ഒരു വഴക്കുണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷെ സമാധാനത്തിൻ്റെ പ്രവാചകനാകുക എന്ന് പറയപ്പെടുന്നത് അല്പം പ്രയാസം. അതുകൊണ്ടാണ് ജോൺ ട്രാപ്പ് എന്ന് പറയപ്പെടുന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട്, ടു സ്റ്റിൻറ്റ് ഇറ്റ് റാദർ ദാൻ സ്റ്റിർ ഇറ്റ്. അതായത് ഇളക്കി വിടാതിരിക്കുക, അതിനെ പിടിച്ചു കെട്ടുക. കലഹത്തിൻ്റെ സാഹചര്യമുണ്ടാകുമ്പോൾ അതിനെ പിടിച്ചു കെട്ടാൻ കഴിയുന്നത് ഒരു പക്ഷേ ആത്മപ്രേരിതമായ ബലമുള്ള ഒരാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. നമ്മെ കോപിച്ചൊരാൾ വരുമ്പോൾ അവരോട് ചിരിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയുക എന്ന് പറയപ്പെടുന്നത് അവിടെയാണ് നിന്നിലുള്ള ക്ഷമ,
നിന്നിലുള്ള സ്നേഹം, നിന്നിലെ വിനയം, നിന്നിലെ സ്നേഹം, ഇത് സമന്വയിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടോ എന്ന് തിരിച്ചറിയുന്നത്. വഴക്കിട്ടിട്ട് പോയി ക്ഷമ പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ക്ഷമ പറയാൻ യോഗ്യത ഉണ്ടാകാതെ മൗനമായി സന്തോഷത്തോടെ ഇരിക്കുന്നത്. അതൊരു വിഡ്ഢിയാകുന്നതിൻ്റെ ലക്ഷണമൊന്നുമല്ല, അത് ദൈവകൃപയുടെ ഭാഗമാണെന്ന് പറയുക. അത് ഈ ജോൺ ട്രാപ്പ് ഇത് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, ഇളക്കി വിടാതിരിക്കുക, പിടിച്ചു കെട്ടുക എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണുന്നത് ലോത്തും അബ്രഹാമുമായുള്ള ഒരു 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 സംവേദന സമയത്തെക്കുറിച്ചാണ്. നീരോട്ടമുള്ള ഭൂമിക്കായി ലോത്ത് വിലപിക്കുമ്പോൾ അല്ലെങ്കിൽ താല്പര്യമെടുക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് പോയി വിശ്വാസികളുടെ പിതാവായ അബ്രഹാം എന്ന സ്ഥാനപതിയായി അബ്രഹാം പരിവർത്തനം ചെയ്യപ്പെടുത്തുന്നതിനെ ചൂണ്ടിക്കാണിക്കൊണ്ടാണ് പറയുന്നത്, നിൻ്റെ കലഹത്തിൻ്റെ ആത്മാവിനെ പിടിച്ചു കെട്ടണം, എൻ്റെ കലഹത്തിൻ്റെ ആത്മാവിനെ പിടിച്ചു കെട്ടണം. വിൽ ബി പ്രൊവോക്ഡ് ഓൾ ദ ടൈം. എപ്പോഴും പ്രൊവോക്കേഷനാണ്. വലിയ പ്രയാസമാണ് ലോകത്ത് ജീവിക്കാൻ. പ്രൊവോക്കേഷൻ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രൊവോക്കേഷൻ്റെ മുൻപിൽ വളരെ സൗമ്യതയോടുകൂടി സൗമ്യഭാഗത്തോടുകൂടി സ്നേഹഭാവത്തോട് ഇടപെടുക എന്ന് പറയപ്പെടുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഇത് വായിച്ചു പോയപ്പോൾ എന്നെ ഒത്തിരി ആകർഷിച്ചൊരു വാചകം, അത് എഴുതിയതാരാന്ന് എനിക്കറിയത്തില്ല, പക്ഷേ രസകരമായിട്ട് എനിക്ക് തോന്നി. അതിങ്ങനെ എഴുതിയേക്കുന്നത് ഇംഗ്ലീഷിലാണ്. സ്ട്രൈഫ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് ഈഗോ ആൻഡ് പീസ് ഈസ് ദ റിസൾട്ട് ഓഫ് ഹ്യൂമിലിറ്റി. കലഹം അഹന്തയുടെ ഫലമാണ്, വിനയത്തിൻ്റെ ഫലമാണ് സമാധാനം. സ്ട്രൈഫ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് ഈഗോ, പീസ് ഈസ് ദ റിസൾട്ട് ഓഫ് ഹ്യൂമിലിറ്റി. എന്താണ് ഈഗോ എന്ന് പറഞ്ഞാൽ? ഈഗോ എന്ന് പറയപ്പെടുന്നത് വല്ലാത്ത രോഗമാകട്ടോ. ഈ ഈഗോ ഉണ്ടാകുന്നത് നമ്മൾ അറിവില്ലായ്മയാണ്, ഇല്ലേ? ഈഗോ ഉള്ളത് അറിവില്ലായ്മയാണ്. നമുക്ക് ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഇൻഫീരിയർ ആകുന്ന ആൾക്കാർക്കൊരു ഈഗോ ഉണ്ടാകാം. അവരുടെ ഇൻഫീരിയോറിറ്റി മാനിഫെസ്റ്റ് ചെയ്യുന്നത് അവർ സുപ്പീരിയറായി കാണിച്ചുകൊണ്ടാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി? നമ്മുടെ ജീവിതത്തിൽ കഴിവ് കുറഞ്ഞൊരു ഇൻഫീരിയർ ആളായിരിക്കാം. ആ ഇൻഫീരിയോറിറ്റി ലോകത്ത് അറിയിക്കാതിരിക്കാൻ നമ്മൾ സുപ്പീരിയർ ആവും. സുപ്പീരിയർ ആകുമ്പോൾ സംഭവിക്കുന്നറിയാമോ? പിന്നെ പുറകെ നടന്ന ക്ഷമ വയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഈഗോ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കലഹത്തെ ശമിപ്പിക്കാൻ ആവശ്യമായ ഒരു വലിയ അഹന്തയുടെ ആത്മാവിനെ ശമിപ്പിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലേ? ഞാൻ വായിച്ച മറ്റു ഭാഗത്തേക്ക് പറഞ്ഞു, ദ വൈസ് പേഴ്സൺ സീക്സ് റെസൊല്യൂഷൻ നോട്ട് റിട്ടാലിയേഷൻ. ജ്ഞാനി പ്രതികാരമല്ല പരിഹാരമാണ് തേടുന്നത്. ആവർത്തിക്കട്ടെ, ദ വൈസ് പേഴ്സൺ സീക്സ് റെസൊല്യൂഷൻ നോട്ട് റിട്ടാലിയേഷൻ. ജ്ഞാനി പ്രതികാരമല്ല പരിഹാരമാണ് തേടുന്നത്. അപ്പോൾ ഒരു വിളിക്ക് യോഗ്യമായി, വിളിച്ചവൻ്റെ വിളിക്ക് യോഗ്യമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ വി ആർ എക്സ്പെക്റ്റഡ് ടു അവോയ്ഡ് സ്ട്രൈഫ് ഇൻ അവർ ഡെയിലി ഇൻ്ററാക്ഷൻ. വ്യക്തിജീവിതത്തിൽ ഈ അപകടത്തിൻ്റെ ഈ അവസ്ഥയെ കൃത്യമായി മനസ്സിലാക്കണമെന്നുള്ളതാണ്. കലഹത്തിൻ്റെ ഗുണം എന്താണെന്നറിയാമോ? ഞാൻ പലപ്പോഴും നമ്മുടെ ഈ നഗരത്തിലെ പല ഭവനങ്ങളിലും ഈ ശവസംസ്കാര ആവശ്യത്തിന് പോകുമ്പോൾ ഈ മരിച്ച ആളുടെ ഗുണഗണങ്ങളും വീട്ടുകാരുടെ ഗുണഗണങ്ങളും അറിയണമെങ്കിൽ ഒരു മാർഗ്ഗം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതറിയാമോ? ഇപ്പോൾ ഒരു വലിയ സ്ട്രീറ്റിൻ്റെ അങ്ങേറ്റത്താണ് ഈ മരിച്ചയാളുടെ വീടെങ്കിൽ ആ മരിച്ച പുള്ളി കലഹത്തിൻ്റെ ആത്മാവാണോ എന്ന് അറിയണമെങ്കിൽ ഈ മരിച്ച അടക്കത്തിൻ്റെ ദിവസം ആ പോകുന്ന വഴിയിലെ എല്ലാ വീട്ടുകാരും ഗേറ്റും പൂട്ടിയിട്ട് അവർ വേളാങ്കണ്ണിക്ക് പോകും. അല്ലാത്ത ഇടത്ത് ഒരുവനങ്ങ് അറ്റത്തു മരിച്ചാൽ ആ പോത വഴിക്കുള്ള ഗേറ്റ് എല്ലാം അങ്ങ് തുറന്നിടും. നമുക്കിന്നലെ 3 പ്രാർത്ഥന ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് ടക്കെന്ന് പോകണം. അപ്പോൾ രണ്ടാമത്തെ പ്രാർത്ഥന അടുത്തെത്തിയപ്പോൾ അവിടെ ഭയങ്കര കോലാഹലമാണ്, വഴിയെല്ലാം പൊളിക്കുക. അപ്പോൾ ഒരു സാധുവായ അമ്മച്ചി അവിടെ നിൽക്കുന്നു. എൻ്റെയും ലിജിൻ സാറിൻ്റെയും വലിയ പ്രതിസന്ധി കണ്ടുകൊണ്ട് ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി ഈ വണ്ടി അങ്ങോട്ട് നിട്ടോട്ടെ. അപ്പോൾ അമ്മച്ചി ആദ്യം ചോദിച്ചത് ഏത് വീട്ടിലാണ് പ്രാർത്ഥന? അപ്പോൾ പറഞ്ഞു ഇന്ന വീട്. എന്നാച്ചാ ഗേറ്റ് കിട്ടോ? അതിനകത്ത് അമ്മച്ചി കൃത്യമായി പറഞ്ഞു, ആ വീട്ടിലോട്ടാണെങ്കിൽ മാത്രമേ ഗേറ്റ് തുറക്കൂ, മറ്റേ വീട്ടിലോട്ടാണെങ്കിൽ അച്ഛന് സമാധാനമായി ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകാം. യു ബി റെസ്റ്റ് ഇൻ പീസ്. എവിടെങ്കിലും കൊണ്ട് വണ്ടി ഇട്ടിട്ട് പൊക്കോളുക, അതാണ് അർത്ഥം. അപ്പോൾ കലഹത്തിൻ്റെ ആത്മാവ് നമ്മളുണ്ടോ എന്നറിയണമെങ്കിൽ
നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ അയൽപ്പക്കത്തെ ഗേറ്റുകൾ തുറന്നിടുമെങ്കിൽ ഒരു സന്തോഷം എന്ന് പറയപ്പെടുന്നത് അവൻ്റെ വീട്ടിലെ ഒരു ദുഃഖാനുഭവത്തിൽ ഞാനും പങ്കാളിയാകുന്നുവെന്നാണ്. അതിന് കാരണം നമ്മൾ പലപ്പോഴും പ്രതികാരത്തിൻ്റെ ആത്മാവിൽ ജീവിച്ചു പോയത് കൊണ്ടാണ്. പരിഹാരത്തിൻ്റെ ആത്മാവ് നമ്മളില്ലാത്തത് കൊണ്ടാണ് അത്തരമൊരു ജീവിത അനുഭവത്തിലേക്ക് നാം തള്ളിയിടപ്പെടുന്നത്. നമ്മുടെ ഈ ഭാഗം പറയുന്നു, ടു പ്രൂവ് ദാറ്റ് യു ആർ ലിവിങ് വർത്തി ഓഫ് യുവർ കോളിംഗ്, അവോയ്ഡ് സ്ട്രൈഫ്, ജീവിതത്തിലെ കലഹങ്ങളെ ഒഴിവാക്കണമെന്ന് പറയുക. രണ്ടാമത് അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലാണ്. നിങ്ങൾ ബൈബിൾ ഉണ്ടെന്ന എൻ്റെ ഒരു വിചാരം. 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത് വ്യത്യസ്തമായ ഒരു കാര്യമാണ്. എന്താണ്? ദ ലേസി മാൻ will not plow because of winter. He will beg during harvest and have nothing. അലസൻ ഉഴവ് കാലത്ത് നിലമൊരുക്കുന്നില്ല, കൊയ്ത്ത് കാലത്ത് തേടി നടക്കും, ഒന്നും ലഭിക്കുന്നുമില്ല. അതിൻ്റെ അർത്ഥം we are expected to absorb diligence and responsibility. ഉത്സാഹവും ഉത്തരവാദിത്വവും ജീവിതത്തിൽ ഉണ്ടാകണം. ഇങ്ങനെ പറയട്ടെ, അലസത കരുതലിൻ്റെ അഭാവത്തിലേക്ക് നമ്മെ നയിക്കും. ലേസിനെസ് ലീഡ്സ് ടു ലാക്ക് ഓഫ് കെയർ. നമ്മുടെ ജീവിതത്തിൽ സമയോചിതമായ പരിശ്രമങ്ങളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്നവരായിരിക്കണം. സമയോചിതമായ പരിശ്രമങ്ങളും ഉത്തരവാദിത്തങ്ങളും. എന്താ സമയോചിത പരിശ്രമങ്ങൾ? ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇത് ഈ കാര്യത്തിൽ നമ്മൾ കലഹവുമായി ബന്ധപ്പെട്ടാണ് ചിന്തിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ വളരെ പാസീവ് ഒബ്സർവേഴ്സ് ആവും. നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ കലഹമിടുമ്പോൾ നമ്മളത് കൈയും കെട്ടി നിൽക്കുക. ഇങ്ങനെ കൈയും കെട്ടി നിൽക്കുക, ഒന്നും മിണ്ടത്തില്ല. അതിന് രണ്ടർത്ഥമാണ്. തല്ലിനെ തല്ലിക്കോട്ടെന്നൊരു ചിന്തയുണ്ട്, മറ്റൊന്ന് എനിക്കൊന്നും പറയാനൊന്നുമില്ല, ഇല്ലേ, അങ്ങോട്ടൊന്നും കൊടുക്കാനുമില്ല ഇങ്ങോട്ടൊന്നും എടുക്കാനുമില്ല എന്ന ചിന്തയുമാകാം. എന്നാൽ ഒരു പക്ഷേ ജീവിതത്തിൻ്റെ അത്തരം പ്രതിസന്ധിയുടെ സന്ദർഭത്തിൽ ചില ഇടപാടുകൾ നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഉത്സാഹവും വേണം, ഉത്തരവാദിത്വവും വേണം. അതിന് ഒരു ചേർച്ചയുള്ള വാചകം പറഞ്ഞിരിക്കുന്ന, അലസൻ ഉഴവ് കാലത്ത് നിലമൊരുക്കുന്നില്ല, അവൻ സുഖമായിട്ടങ്ങനെ ഇരിക്കും, കൊയ്ത്ത് കാലത്ത് തേടി നടക്കും, പക്ഷെ ഒന്നും ലഭിക്കത്തില്ല. അതായത് നമ്മുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിൻ്റെ ആദ്യ സമയത്ത് ഇടപെട്ടില്ല എങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ കിട്ടാൻ വലിയ പാടാണ്. നിസ്സാരമായ കാര്യമായിരിക്കാം, വളരെ നിസ്സാരമായ കാര്യമായിരിക്കാം. അതുകൊണ്ടാണ് ഈ ബെഞ്ചമിൻ ഫ്രാങ്കിൾ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഡിലിജൻസ് ഈസ് ദ മദർ ഓഫ് ഗുഡ് ലക്ക്. ഉത്സാഹമാണ് ഭാഗ്യത്തിൻ്റെ മാതാവ്. ഒരു വിഷയമുണ്ടാകുമ്പോൾ ഇടപെടണം. നമുക്ക് നമ്മുടെ ഗ്രാമത്തിലോ നമ്മുടെ ഭവനത്തിലോ എവിടെയുമാകട്ടെ, ഒരു കൊച്ചു പ്രതിസന്ധിയുടെ സമയത്ത് അത് തുടക്കത്തിലേ നുള്ളാനായിട്ട് കഴിഞ്ഞാൽ വലിയ അപകടത്തിൽ നമുക്ക് മാറ്റുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഒരു ഡിലിജൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ദാനിയേലിൻ്റെ ജീവിതമാണ്. എൻ്റെ 1-ാമത്തെ അധ്യായം മുതൽ 6-ാമത്തെ വാക്യം വരെ ദാനിയേലിൻ്റെ ഉത്സാഹത്തെക്കുറിച്ച് കാണുന്നുണ്ട്. 1-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം പറയുന്നുണ്ട്, ഡാനിയേൽ ഈസ് എ ഡെലിജൻറ്റ് ലേണർ. നന്നായിട്ട് ഉത്സാഹത്തോടെ പഠിക്കുന്ന ആളായിരുന്നു. ഹി വാസ് ഡെലിജൻറ്റ് ഇൻ സർവീസ്, സേവനത്തിൽ ഉത്സാഹിയായിരുന്നു. ഹി വാസ് ഡെലിജൻറ്റ് ഇൻ പ്രയർ, പ്രാർത്ഥനയിൽ ഉത്സാഹിയായിരുന്നു. ഹി വാസ് ഡെലിജൻറ്റ് ഇൻ പ്രൊഫസി, പ്രവചനത്തിൽ ഉത്സാഹിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ നിരാശ ബാധിച്ചവരായി കലഹത്തിൻ്റെ മുൻപിൽ എനിക്കൊന്നും ചെയ്യാനില്ല എന്നോർത്ത് മാറി നിൽക്കുകയില്ല. ഉത്സാഹവും ഉത്തരവാദിത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഇടപാടുകൾ ഉണ്ടാകണം. അത് നമ്മുടെ വിളിയെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കട്ടെ, അബ്സോർബ് diligence and responsibility. 3-ാമത്തെ ഒരു ചിന്ത 26-ാമത്തെ വാക്യത്തിലാണ്. അതെന്താ പറയുന്നത്? 26 നാം ഇങ്ങനെ വായിക്കുന്നു, മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും, എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും? പരമാർത്ഥതയിൽ നടക്കുന്ന നീതിമാൻ, അതിൻ്റെ ശേഷം അവൻ്റെ മക്കളും ഭാഗ്യവാൻ. തൊട്ടുമുമ്പത്തെ വാക്കുകൾ ചേർത്ത് വായിക്കും, മനുഷ്യൻ്റെ ഹൃദയത്തിലെ ആലോചന ആഴമുള്ള വെള്ളം, വിവേകമുള്ള പുരുഷനോ അത് കോരിയെടുക്കും. എന്താ അതിൻ്റെ അർത്ഥം? ഇതിൻ്റെ ആത്യന്തികമായൊരർത്ഥം എന്ന് പറയപ്പെടുന്നത്, ജീവിതത്തിൻ്റെ ഇടപാടുകളിൽ അബ്സോർബ് ഓതൻറ്റിക് ലവ്, ആധികാരികമായ
സ്നേഹത്തെ സ്വാംശീകരിക്കുക എന്നുള്ളത്, ആധികാരികമായ സ്നേഹം. മറ്റുള്ളവരോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ ആധികാരികതയെപ്പറ്റി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് സ്നേഹത്തിൻ്റെ ആധികാരികത എന്ന് പറയുന്നത്? നാം വിശ്വസ്തരാണെന്നും സ്നേഹമുള്ളവരാണെന്നും നമ്മൾ തന്നെ പറഞ്ഞാൽ പോരാ. ആരാ പറയേണ്ടത്? നമ്മുടെ വിശ്വസ്തതയെ കൃത്യമായി പ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ അയൽപക്കങ്ങളും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ബന്ധുക്കളല്ലാത്തവരുമാണ്. ഞാൻ അതുകൊണ്ടാണ് ഗേറ്റിൻ്റെ കാര്യം പറഞ്ഞത്. നമ്മുടെ വിശ്വസ്തത വെളിവാക്കപ്പെടുന്നത് അത്തരം ജീവിത സന്ദർഭങ്ങളിലാണ്. ഒരു അപകട ഘട്ടത്തിൽ എങ്ങനെ നാം അതിനോട് പ്രതികരിക്കും? നിങ്ങൾക്ക് പരിചിതനായ ബിഷപ്പ് മൈക്കിൾ ജോൺ തിരുമേനി പറഞ്ഞ ഒരു കഥയുണ്ട്. കഥയല്ല, ഒരു സംഭവം. ഒരു പ്രസംഗത്തിൻ്റെ മധ്യേ അദ്ദേഹം പറഞ്ഞതാണ്. ഒരുപക്ഷെ ഞാൻ പലവട്ടം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. അദ്ദേഹം വളരെ കുഞ്ഞായിരുന്ന സമയത്ത് തൻ്റെ വല്യമ്മച്ചിക്ക് ഇങ്ങനെ മുറുക്കാൻ ഇടിച്ചു കൊടുക്കുന്നൊരു ശീലമുണ്ട്. നമ്മുടെ പുതുതലമുറയ്ക്ക് മുറുക്കാൻ എന്താണെന്ന് അറിയുമെന്ന് എനിക്കറിയത്തില്ല. ഒരു കല്ലിനകത്ത് പാക്കും വെറ്റിലയും ഒക്കെ ഇടിച്ച് വല്യമ്മച്ചിമാരുടെ പണം അടിച്ചു മാറ്റാൻ വേണ്ടി കൊടുക്കുന്നൊരു പരിപാടിയാണ് മുറുക്കാൻ ഇടിച്ചു കൊടുക്കുക എന്ന് പറയും, വല്യമ്മച്ചിമാരുടെ. അപ്പോൾ അങ്ങനെ ഈ തിരുമേനി ഇങ്ങനെ മുറുക്കാൻ ഇടിച്ചു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ കപ്പ്യാരി വീട്ടിലേക്ക് ഓടി വരുക. കപ്പ്യാരി ഒന്ന് പറഞ്ഞു, ഇന്നടുത്ത ഉലഹന്ന മാപ്പിള മരിച്ചുപോയി. ഞാൻ പേര് ഇവിടെ ആരുടെ ഉലഹന്നാൻ എന്ന പേരില്ലാത്തതുകൊണ്ട് കേട്ടോ, യോഹന്നാനല്ല, ഉലഹന്നാൻ. ഇന്ന ആൾ മരിച്ചുപോയി. അപ്പോൾ തിരുമേനി പറഞ്ഞു, ഇത് കേട്ട മാത്രയിൽ മുറുക്കാൻ വായിൽ പോലും ഇടാതെ അമ്മച്ചി കരച്ചിൽ തുടങ്ങി. ഭയങ്കര കരച്ചിൽ. ഇത് കണ്ട് ഇടിയൊക്കെ തിരുമേനി നിർത്തി ഇങ്ങനെ സ്തബ്ധനായി നിൽക്കുക. തിരുമേനി പറയുക, കപ്പ്യാരി ഗേറ്റ് കടന്നപ്പോൾ അമ്മച്ചി പറഞ്ഞു, ഒരു ദുഷ്ടനായിരുന്നു ജീവിച്ചപ്പെടുന്നത്. അപ്പോൾ തിരുമേനി ആദ്യത്തെ 2 സംഭവങ്ങളെ ഒന്ന് കോർത്തിണക്കി. ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതുമായി ഞാനിങ്ങനെ പറയും, ജീവിച്ചിരുന്നപ്പോൾ വിശ്വസ്തനാണ് 100 വട്ടം സാക്ഷ്യം പറഞ്ഞ ആളാകാം ഉലഹന്നാൻ മാപ്പിള. പക്ഷെ ഉലഹന്നാൻ മാപ്പിളയെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ടാണ് ആരോ പറഞ്ഞത്, ദൈവവചനത്തിൻ്റെ കണ്ണാടിയിൽ സ്വയം നോക്കുക, നിങ്ങളൊരു വിശ്വസ സുഹൃത്താണെന്ന് നിങ്ങളുടെ അയൽക്കാരൻ കണ്ടെത്തുന്നുണ്ടോ എന്ന് തിരിച്ചറിയുക. ലുക്ക് അറ്റ് യുവർ സെൽഫ് ഇൻ ദ മിറർ ഓഫ് ഗോഡ്സ് വേർഡ്. ഡസ് യുവർ നെയ്ബർ ഫൈൻഡ് ദാറ്റ് യു ആർ എ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട്. ദൈവവചനത്തിൻ്റെ കണ്ണാടിയിൽ സ്വയം നോക്കുക, നിങ്ങളൊരു വിശ്വാസ സുഹൃത്താണെന്ന് നിങ്ങളുടെ അയൽക്കാരൻ കണ്ടെത്തുന്നുവോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ്. അവസാനമായി സൂചിപ്പിക്കട്ടെ, ഓഥൻറ്റിക് ലവ് ഈസ് എ പവർഫുൾ ഫോഴ്സ് ദാറ്റ് ഹീൽസ്, ഇൻസ്പയർസ് ആൻഡ് ട്രാൻസ്ഫോം ലൈഫ്സ്. ജീവിതത്തെ സുഖപ്പെടുത്തുകയും പ്രചോദിപ്പിക്കുകയും പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്ന ശക്തമായ ഒരു ശക്തിയാണ് ആധികാരികമായ സ്നേഹം. പറയുന്നു, അബ്സോർബ് ഓഥൻറ്റിക് ലവ്. ഇതാണ് ഈ 3 ചിന്തകൾ. 1, അവോയ്ഡ് സ്ട്രൈഫ്. 2, അബ്സോർബ് ഡിലിജൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ആൻഡ് അബ്സോർബ് ഓഥൻറ്റിക് ലവ്. ഈ ഒരു വലിയ കർമ്മത്തിലൂടെ നടക്കുമ്പോൾ വിളിച്ചവൻ്റെ വിളിക്ക് നമ്മൾ യോഗ്യരായി ജീവിക്കും എന്ന് ലോകമറിയും, നാം അറിയാതെ ലോകം പ്രഘോഷിക്കുമെന്നുള്ളതാണ്. ഈ 4ാമത്തെ ഗുണമാണല്ലോ നാം ഏറെ സ്വാംശീകരിക്കേണ്ടത്. ഞാൻ ചെറുപ്പകാലത്ത് കൊരിന്ത്യലേഖനം 13-ാം അധ്യായത്തെ അധികരിച്ച് വളരെ ചെറുപ്പകാലത്ത് കേട്ട എൻ്റെ ചിന്ത ശരിയാണ്, ഒരു കാത്തലിക് പുരോഹിതൻ എഴുതിയൊരു പാട്ടുണ്ട്. ആ പാട്ട് വളരെ രസകരമാണ്. ഇന്നതിൻ്റെ വീഡിയോയോ ഓഡിയോ ഒന്നും ലഭ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. 70കളിലൊക്കെ ഒരു പക്ഷേ അത് ഉള്ളവർക്കൊക്കെ കേട്ടിട്ടുണ്ടാകാം, കേൾക്കുന്ന ശീലമുള്ളവർക്ക്. ആ പാട്ട് ഇങ്ങനെയാണ്: സ്വാർത്ഥതയില്ലാതെ പാരുഷ്യമില്ലാതെ നന്മ വിതയ്ക്കുന്നു സ്നേഹമെങ്ങും. സ്വാർത്ഥതയില്ലാതെ പാരുഷ്യമില്ലാതെ നന്മ വിതയ്ക്കുന്നു സ്നേഹമെങ്ങും. ഭാഷകൾ മാഞ്ഞുപോം, വിജ്ഞാനം തേഞ്ഞുപോം. ഭാഷകൾ മാഞ്ഞുപോം, വിജ്ഞാനം തേഞ്ഞുപോം. നിത്യമായി നിൽപ്പതോ സ്നേഹം മാത്രം.
ഭാഷകൾ മാഞ്ഞുപോം, വിജ്ഞാനം തേഞ്ഞുപോം. ഭാഷകൾ മാഞ്ഞുപോം, വിജ്ഞാനം തേഞ്ഞുപോം. നിത്യമായി നിൽപ്പതോ സ്നേഹം മാത്രം. വിളിച്ചവൻ്റെ വിളിക്ക് യോഗ്യമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ വിനയം, അവൻ്റെ സൗമ്യത, അവൻ്റെ ക്ഷമ, അവൻ്റെ സ്നേഹം, അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ പൊതിഞ്ഞ് നിത്യജീവിതത്തിൽ ഇടപാടുകളിൽ സുതാര്യതയോടെ കാട്ടുവാൻ ദൈവം നമ്മെ അനുവദിക്കട്ടെ. ഈ നല്ല ദിവസവും തുടർന്നുള്ള ദിവസങ്ങളിലും ആ വലിയ നന്മകളാൽ ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും